ഹലോ, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? ഇന്നെനിക്ക് ഓഫ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് മീൻ ഡെലിവറി ഉള്ള ദിവസവും കൂടെ ആയിരുന്നു. അതുകൊണ്ട് മീൻ പക്ഷേ എല്ലാം വെട്ടി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം ഫ്രീസറിലേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹാറിലും താഴെ നിന്ന് കളിക്കുന്നതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് വേണം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇതിനകത്തെല്ലാം വന്ന് കൈയിട്ട് വരും. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം കേട്ടോ. താങ്ക് യു. പിന്നെ ഇപ്പോൾ ഉള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ്, പിന്നെ പ്രത്യേകമായിട്ട് എടുക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങൾ എല്ലാം ഇപ്പോൾ ഫ്രീസറിൻ്റെ മുകളിലാണ് കേട്ടോ. കാരണം അവളാണെങ്കിൽ എല്ലാം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. മാതാവൊക്കെ ഇപ്പോൾ ഫ്രീസറിൻ്റെ മുകളിലാണ്, കാരണം മാതാവിനെയൊക്കെ എടുത്ത് വെച്ചാണ് പുള്ളിക്കാരുടെ കളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ദാഹിച്ചത് കേട്ടോ. രാവിലെ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. ഏകദേശം 9 മണി കഴിഞ്ഞു. അവളിതേ വെള്ളം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക വായിടത്ത്. എന്തൊരു കള്ളിപ്പെണ്ണാണ്. അങ്ങനെ ഇവർക്ക് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, അതാണ് അടുത്ത ടാസ്ക് കേട്ടോ. പിന്നെ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റ കാരണം പണികളെല്ലാം ഇനി കിടക്കുവാണ്, അതാണ് ടെൻഷൻ. എൻ്റെ മുഖത്ത് ആ ടെൻഷൻ കാണാനുണ്ട് നല്ലപോലെ. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൊച്ചിനെ കേൾപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് അവരെ മാനേജ് ചെയ്ത്, കാരണം തീരെ കുഞ്ഞു കൊച്ചാകുമ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഫേസൊക്കെ ഇപ്പോഴല്ലേ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വലുതായി പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാനൊന്നും നേരം കാണത്തില്ല. അങ്ങനെ ഹാർലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാർലിനൊരു ബനാന, ഓട്സ്, പിന്നെ ഒരു എഗ്ഗും ഇട്ടിട്ടുള്ളൊരു പാൻ കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ബ്രെഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്, എങ്കിലും ഞാനും പതിയെ പാൻ കേക്കിനകത്തോട്ട് തന്നെ വന്നു കേട്ടോ. അങ്ങനെ അവളുടെ പാൻ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുണ്ട് നല്ലപോലെ, എന്നാലൊട്ട് നമുക്ക് പഞ്ചസാരയൊന്നും ഇടേണ്ട കാര്യമില്ല. പഴത്തിൻ്റെ ആ ഒരു മധുരത്തിൽ തന്നെ പൊക്കോളും. കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനതിനകത്ത് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടും, എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വഴിയെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്കുള്ളൊരു പ്രത്യേകതരം ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ മറിച്ചിടുന്നതാണ്. അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ട്രിക്കും കണ്ടുപിടിച്ച് ഞാൻ ചെയ്യും. ഞാനതിനെ നാലായിട്ട് മുറിച്ചിട്ടാണ് മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനിടയിൽ ഞാൻ എൻ്റെ ഉണ്ടാക്കുന്നതാണ് അപ്പുറത്തെ സൈഡിലിരിക്കുന്നത്. എൻ്റെതിനകത്ത് ഞാൻ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് സിനമൺ പൗഡർ മാത്രമാണ്. അതും പിന്നെ അവൾക്ക് ഒരു എഗ്ഗാണ് ഇട്ടെങ്കിൽ ഞാൻ 2 എഗ്ഗും കൂടി ഇട്ട്, കുറച്ച് എനിക്ക് വിശക്കാതിരിക്കണമല്ലോ കുറച്ച് നേരം. ഇനിയും ഒത്തിരി ജോലികളുള്ളതുകൊണ്ട് ഈ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതും കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെ ഹാർലിൻ്റെ ഫുഡ് റെഡിയായി കേട്ടോ. ഹാർലിൻ്റെ ഫുഡ് റെഡിയായിട്ട് ഹാർലിനെ നോക്കിയപ്പോൾ അവൾ എന്താണ് ഈ കാണിക്കുന്നത്, അവിടെ എല്ലാം വലിച്ചു വാരിയിട്ട് കളിക്കുവാണ്. അവൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം കൊച്ചുപിള്ളേരങ്ങനെയാണല്ലോ. പിന്നെ അവളെ എടുത്ത് അവളുടെ ഹൈ ചെയറിനകത്ത് ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ TV വെച്ച് കൊടുക്കുന്നത്. ആ സമയത്ത് TV-യുടെ അകത്ത് നമ്മുടെ മിസ് റൈച്ചലിൻ്റെ കുറച്ച് പരിപാടികൾ അവൾ കാണിക്കും. അതുകൊണ്ട് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക്. കാരണം അവൾക്ക് ശരിക്കും ഞങ്ങൾ ഒന്നും അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാതെ തന്നെ അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം ശരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇച്ചിരി നേരം ഫുഡ് കഴിക്കുന്ന സമയങ്ങളിൽ മാത്രം വെച്ച് കൊടുക്കുന്നത്. യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പരിപാടിയാണ് പിള്ളേർക്ക് പറ്റിയ. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, അയ്യോ പിന്നെ ഇതിനകത്ത് സ്റ്റൗവിൽ ഞാൻ എൻ്റെ ഒരു പാൻ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും പിന്നെ മറന്നു പോകാറുണ്ട്. കാരണം ഇവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുന്നു, എന്താണെന്നറിയില്ല. പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ എൻ്റെ ഫുഡും റെഡി ആയിരുന്നപ്പോൾ അവളുടെ പാല് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പാല്
അവളിത് കഴിയുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കൂടെ കഴിയുമ്പോൾ പാല് കുടിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പുറത്ത് അത്യാവശ്യം ഇന്ന് വെട്ടമുണ്ട്, തണുപ്പ് കുറവുണ്ട്. അന്നേ ഒന്ന് പുറത്തിറങ്ങി നോക്കാം. എനിക്കൊന്നും സമ്മർ കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാനിപ്പോഴാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്, ബാൽക്കണിയിലോട്ട്. നല്ല രസമാണ് കേട്ടോ ബാൽക്കണിയിൽ ഇരിക്കാനായിട്ട്, സമ്മർ ടൈമിൽ പ്രത്യേകിച്ച്. കാരണം ഇവിടെ എല്ലാം ഈ മരങ്ങളിലെല്ലാം ഇലകളൊക്കെ വന്ന് നല്ല രസമാണ് കാണാനായിട്ട്. അത് ഭയങ്കര ഒരു വൈബാണ് ശരിക്കും വൈകുന്നേരങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറന്നു പോകുന്ന കാര്യം. അങ്ങനെ മറന്നുപോയി, പാലും തിളച്ച് പോയായിരുന്നു. അത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറന്നു പോയതുകൊണ്ട് എന്താ, അവിടെ മൊത്തം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായി. ഇത് മിക്ക ദിവസങ്ങളിലും തന്നെ ഇവിടെ നടക്കുന്നതായതുകൊണ്ട് എനിക്കിത് വലിയ പുത്തരിയായിട്ടൊന്നും തോന്നിയില്ല. കാരണം എല്ലാ ദിവസവും തന്നെ ഞാൻ പാല് തിളപ്പിച്ച് അതിനടിയിൽ ഇടാറുണ്ട്. അതിങ്ങനെ തുടച്ച് കളയാറുമുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ആ പാത്രവും കഴുകി വെച്ചിട്ട് ഞാൻ ഹാർലിനെയാണ് നോക്കുന്നത്. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം സോഫയിലിരുന്നു അവളുടെ കൂടെ കളിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ മീനെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെയ്യണം. അങ്ങനെ മീനെല്ലാം കഴുകി വറുക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. കുറച്ച് പച്ചക്കറിയും സോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അതും പിന്നെ ഹാർലിൻ്റെ കുറച്ചും ചോറും കൂടെയാണ് ഉച്ചയ്ക്ക് കഴിക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. ഹാർലിന് ഞാൻ പ്രത്യേകമായിട്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് പുരട്ടി വെച്ചു കേട്ടോ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അവൾ നമ്മുടെ കഴിക്കാനാണ് അവൾക്ക് ഇൻട്രസ്റ്റ്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. പിന്നെ അവൾക്ക് ചോറും കിഴങ്ങും ക്യാരറ്റും ഒക്കെ കുക്കറിനകത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അതും ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഹാർലിനെ കാണാനില്ല. അവളെയും തിരക്ക് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് അവൾ ദേ വരുന്നു, അവളുടെ പുലിക്കുട്ടനെ എടുത്തുകൊണ്ട് അകത്തുനിന്ന്. കള്ളിപ്പെണ്ണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അവളെ കാണാതിരുന്നപ്പോഴത്തേക്ക്. ഇച്ചിരി നേരമേ നമ്മൾ ചില ജോലികളിൽ മുഴുകി കഴിയുമ്പോൾ ഇവരെ കുറച്ച് നേരം കാണാതിരിക്കുമ്പോൾ ടെൻഷനായിപ്പോൾ. അവളെല്ലാം ഇവിടെ എല്ലാം വലിച്ചു വരിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതെല്ലാം എടുത്ത് തിരിച്ചു വെക്കാൻ. ഞാൻ പിന്നെ എത്ര എടുത്ത് തിരിച്ചു വെച്ചാലും അവൾ പിന്നെ തിരിച്ചെടുത്തിടും. അങ്ങനെ അവളുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഞാൻ കുക്കറിൽ കയറ്റിക്കൊണ്ടിരിക്കണം. അവളതും മീൻ വറുത്തതും കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി പോലും എന്തൊരു സാധനം വീഴുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ മീൻ വറുക്കാനായിട്ടുള്ള ഒരു പണിയിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 അടുപ്പിൽ 3 കാര്യങ്ങൾ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടി ടാസ്ക് അങ്ങനെയാണല്ലോ നടക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ ഒരെണ്ണത്തിനകത്ത് കുക്കറും വെച്ച്, ഒരെണ്ണത്തിനകത്ത് മീൻ വറുത്തതും വെച്ച്, ഒരെണ്ണത്തിനകത്ത് പച്ചക്കറികളും എടുത്ത് വെച്ചു. പച്ചക്കറി ആദ്യം ഒരു ചെറിയ പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത്. അതെന്തായാലും സെറ്റാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനിടയിൽ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, വിശക്കുന്നിട്ട് വയ്യ. അങ്ങനെ പച്ചക്കറിയും കഴിഞ്ഞു, മീൻ നമ്മുടെ വറുക്കാനും എടുത്തു വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഹാർലിനുള്ള അടുത്ത ഫുഡ് കൊടുക്കാൻ ടൈമായി. അങ്ങനെ ഞാനും ഹാർലിനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ ഫുഡും റെഡി ആയിക്കോട്ടെ. എൻ്റെ ഫുഡാണ് ഈ എൻ്റെ കയ്യിരിക്കുന്നത്. അതും എടുത്ത് അവളെയും ഹൈ ചെയറിൽ കയറ്റി വെച്ചു. TV പഴയതുപോലെ തന്നെ വീണ്ടും വെച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുവാണ്. സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ ഉച്ച കഴിയാറായി, ഏകദേശം 2 മണി.